സമരേതിഹാസത്തിന് വിട നൽകാൻ ഒരുങ്ങുകയാണ് കേരളം. 4 മണിക്കൂർ കഴിഞ്ഞിട്ടും VSന്റെ വിലാപയാത്ര തലസ്ഥാന നഗരം വിടാനായിട്ടില്ല. വഴിയോരങ്ങളിലെല്ലാം നൂറുകണക്കിന് ജനങ്ങളാണ് അവസാനമായ ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുന്നത്. അർദ്ധരാത്രിയോടെയായിരിക്കും ആലപ്പുഴയുടെ വിപ്ലവ മണ്ണിലേക്ക് വിലാപയാത്ര എത്തുക. VSന്റെ വിലാപയാത്രയ്ക്കൊപ്പം സെയ്സിംഗ്ലാബ്ദിനും നിഷാദ് റൌത്തറുമുണ്ട്. നിഷാദ് 4 മണിക്കൂർ കഴിയുമ്പോൾ ഏതാണ്ട് ഒരു 10 കിലോമീറ്ററിനപ്പുറത്തേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അത്രയധികം ആളുകളാണ് വഴിനീളെ VSനെ അവസാനമായി കാണാൻ കാത്തു നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും മണിക്കൂറുകളെടുക്കും ആലപ്പുഴയിലേക്ക് എത്താൻ. ഇപ്പോൾ ഏത് സ്ഥലത്തെത്തിയിരിക്കുന്നു? എത്രത്തോളം ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു? പാർട്ടി തീരുമാനം. പക്ഷേ ഇപ്പോൾ നഗരത്തിൽ നിന്ന്, അതായത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ഏതാണ്ട് ഒരു 4 മണിക്കൂറോളം ആകുന്നു. 4 മണിക്കൂർ പിന്നിട്ടപ്പോൾ ആകെ ദൂരം താണ്ടാൻ കഴിയുന്നത് ഏതാണ്ട് ഒരു 6-7 കിലോമീറ്റർ മാത്രമാണ്. ശ്രീകാര്യം ജംഗ്ഷനിലാണ് നിലവിൽ ഉള്ളത് വിലാപയാത്ര. ജനത്തിരക്ക് നമുക്ക് വിഷ്വൽസ്, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അത്രയും ജനങ്ങൾ VSന് ഒരു സൈഡിലായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് കോർപ്പറേഷന്റെ പരിധി പോലും വിട്ടിട്ടില്ല എന്ന് വേണം പറയാൻ. നഗരപരിധി എന്ന് ചോദിച്ചാൽ അതും ഇല്ല. തിരുവനന്തപുരം കോർപ്പറേഷന്റെ പരിധി പോലും ഇത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ പരിധിയിൽ പെടുന്ന സ്ഥലമാണ്. ഇത് കഴക്കൂട്ടം കഴിഞ്ഞ് ഹൈവേയിലേക്ക് കയറി കൊല്ലം ജില്ല കഴിഞ്ഞ് ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ മിക്കവാറും നാളെ രാവിലെ പുലർച്ചെയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാകാം. അത്രയേറെ ജനങ്ങൾ VS അച്യുതാനന്ദനെ അവസാനമായി കാണാൻ വേണ്ടി 2 സ്ഥലങ്ങളിലും പുറത്തും എല്ലാം VSനെ ഒരു നോക്ക് കാണാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കൂട്ടത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ മുദ്രാവാക്യം വിളിച്ച് ഇവരിങ്ങനെ നടക്കുകയാണ്. കുറേ നേരമായി ഉള്ളൂരിൽ നിന്ന് തുടങ്ങിയതാണ് ഈ ആൾക്കാരുടെ ഈ നടത്തം. VSന്റെ മൃതദേഹത്തിനൊപ്പം ഇങ്ങനെ നടക്കുകയാണ് ആൾക്കാർ. VSന്റെ ഒപ്പം നടക്കുക, VSന് വേണ്ടി അവസാനമായി അവൾ വിളിക്കുന്ന മുദ്രാവാക്യം, അവരുടെ ആവേശം, VSനോടുള്ള സ്നേഹം അവർ മുദ്രാവാക്യത്തിലൂടെ പ്രകടിപ്പിക്കുകയാണ്. അതായത് മറ്റൊരു മുദ്രാവാക്യം നമുക്ക് ഉച്ചത്തിൽ കേൾക്കാൻ വേറെ ഒന്നുമില്ല. കണ്ണേ കരളെ VS എന്നതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും മുദ്രാവാക്യം കേൾക്കാനില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും കണ്ണും കരളുമായി മാറിയ VS അച്യുതാനന്ദൻ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും എത്രത്തോളം സ്വീകാര്യനായിരുന്നു, എത്രത്തോളം കണ്ണും കരളുമായിരുന്നു എന്നുള്ളതാണ് ഈ വിലാപയാത്രയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അത്രയേറെ നെഞ്ചിലേറ്റി കഴിഞ്ഞു ആ ജനങ്ങൾ. അതാണ് നമ്മൾ ഈ കാണുന്നത്. 4 മണിക്കൂർ കൊണ്ട് ഒരു 6 കിലോമീറ്ററിനപ്പുറത്തേക്ക് അത് പോകാൻ കഴിഞ്ഞിട്ടില്ല. VSനെ ഒരു നോക്ക് കാണാൻ വേണ്ടി, അപ്പോൾ വാഹനം വരുമ്പോൾ നമുക്ക് കാണാം VSനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ റോഡിന്റെ സൈഡിൽ നിൽക്കുന്നു. ഓഫീസ് കഴിഞ്ഞ ആൾക്കാർ വീട്ടിൽ പോകാതെ റോഡിന്റെ സൈഡിൽ നിൽക്കുന്നു. അങ്ങനെ ഒരു കാഴ്ചയാണ് തിരുവനന്തപുരത്തിന്റെ നഗരവീഥികളിൽ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് മാത്രം കാഴ്ചയല്ല ഇത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ജില്ല കഴിഞ്ഞ് ഇനി കൊല്ലത്തേക്ക് കയറിയാലും ഇതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു കാഴ്ച ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ആൾക്കാർ രാത്രിയോളം ആകുമ്പോഴും VSനെ ഒരു നോക്ക് കാണാൻ വേണ്ടി, കാരണം പിന്നീട് VSനെ കാണാൻ കഴിയില്ല. ഇതിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ആൾക്കാരാണ് കാത്തിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ കൊല്ലത്തേക്ക് പോകുമ്പോൾ കൊല്ലം ജില്ലയിലെ ആൾക്കാരാണ്. പക്ഷെ ആലപ്പുഴയിൽ അതായിരിക്കില്ല സ്ഥിതി. കാരണം വടക്കു നിന്നുള്ള ആൾക്കാർ, VSനോട് സ്നേഹമുള്ള വടക്കു നിന്നുള്ള ആൾക്കാർ, ആ ജില്ലകളിലുള്ള ആൾക്കാർ VSനെ അവസാനം കാണാൻ വേണ്ടി വരുന്നത് ഒരുപക്ഷെ ആലപ്പുഴയിലായിരിക്കും. അപ്പോൾ വലിയ ജനസഞ്ചയം എന്തായാലും അവിടെയും ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. VS അച്യുതാനന്ദൻ എന്ന ജനനേതാവ് മലയാളികളുടെ മനസ്സിലെത്രത്തോളം ആഴത്തിൽ പതിഞ്ഞു എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് ഈ തിരക്ക്, ഈ നമ്മൾ കാണുന്ന കാഴ്ച എന്ന കാര്യത്തിൽ സംശയമില്ല. അത്രയേറെ ജനമനസ്സിൽ പതിഞ്ഞുപോയ പേരായി VS അച്യുതാനന്ദൻ മാറിയിട്ടുണ്ടെന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ലായിരുന്നു. അത് അവസാനമായി കാണാൻ വേണ്ടി, VSനെ ഒരു നോക്ക് കാണാൻ വേണ്ടി റോഡിന്റെ ഇരുവശങ്ങളിലും നിൽക്കുകയാണ്. നമ്മൾ ഒരു 6ാമത്തെ 7ാമത്തെ പോയിന്റാണ് ശ്രീകാര്യം എന്ന് പറയുന്നത്. 7ാമത്തെ പോയിന്റ് ഇവിടുന്ന് കടന്ന് ഒരു 16 പോയിന്റ് വേണം തിരുവനന്തപുരം ജില്ല കടക്കണമെങ്കിൽ. ഈ തിരുവനന്തപുരം ജില്ല കടക്കണമെങ്കിൽ തന്നെ ഒരുപക്ഷെ ഒരു രാത്രി 10 മണി കഴിയും. അപ്പോൾ എന്തായാലും പുലർച്ചെയാവും. നാളെ പുലർച്ചയോടുകൂടി മാത്രമേ VSന്റെ കർമ്മഭൂമിയായ VS സമര പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ച് ആലപ്പുഴ ജില്ലയിലേക്ക് VS അച്യുതാനന്ദന്റെ ഭൗതിക ശരീരം എത്തിച്ചേരുകയുള്ളൂ എന്നുള്ളതാണ് വസ്തുത. VS എന്ന 2 അക്ഷരം മലയാളികളുടെ മനസ്സിൽ പച്ച കുത്തിയതുപോലെ കിടക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ ജനം തിരക്ക് തന്നെ.
നിഷാദ് റാവുത്തർ കൂടി ചേരുന്നുണ്ട്. നിഷാദ്, അവസാനിക്കാത്ത മുദ്രാവാക്യം വിളിയാണ്. അത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഓരോ പോയിന്റുകളിൽ നിന്നും ആളുകൾ കൂടി അധികം ആളുകളായി BS-നൊപ്പം നടന്നു നീങ്ങുന്ന കാഴ്ച കൂടിയാണ് കാണുന്നത്. ഇനി എത്ര മണിക്കൂർ എടുക്കുമെന്നാണ് ജന്മനാട്ടിലേക്ക് BS-നെത്താൻ എത്തിക്കാൻ എത്ര മണിക്കൂറുകൾ ഇനി എടുക്കും? ഇനിയുള്ള പോയിന്റുകൾ ഏതൊക്കെയാണ്? പ്രധാനമായിട്ട് കൊല്ലത്തേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം ഇതൊന്നുമല്ല, ഇതിനപ്പുറത്തേക്ക് പാർട്ടി, അതിനപ്പുറത്തേക്ക് മനുഷ്യർ തിങ്ങി നിറയുന്ന കാഴ്ചയായിരിക്കും ഇനിയും വരാനിരിക്കുന്നത്, അല്ലേ? ധന്യ, ഇനിയുള്ള കൊല്ലം എന്ന് വെച്ചാൽ ആലപ്പുഴ എന്നൊക്കെ പറഞ്ഞാൽ CPIM-ന്റെ ഉരുക്കുകോട്ടകളാണ്. അതിനപ്പുറം നേരത്തെ പറഞ്ഞല്ലോ, CPIM-ന്റെ ഒരു പരിപാടിയല്ല ഇത്. CPIM-ന്റെ ഏതെങ്കിലും ഒരു നേതാവ് നഷ്ടപ്പെട്ടു പോയതിന്റെ ആൾക്കൂട്ടവുമല്ല, മറിച്ച് കേരളം ഏറ്റെടുത്ത ജനകീയനായ ഒരു നേതാവിന്റെ വിടവാങ്ങലിനൊപ്പം ജനമാകെ ചേരുന്നതിന്റെ കാഴ്ച. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടി സ്ട്രോങ് ഹോൾഡ് ഏരിയയിൽ പോകുമ്പോൾ കൂടുതൽ ആളുകൾ, അല്ലാത്തപ്പോൾ കുറച്ച് എന്ന് പോലും വിചാരിക്കാൻ കഴിയില്ല. ആ നിലയ്ക്ക് കേരളം ഒന്നാകെ ഒഴുകി വന്നിരിക്കുന്നു. ജനങ്ങളുടെ നേതാവായിരുന്നു അദ്ദേഹം. നമ്മൾ നേരത്തെ സംസാരിച്ചുവല്ലോ, അതായത് പാർട്ടിയുടെ ഏകശിലാത്മകതയ്ക്കെതിരെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ജനാധിപത്യത്തിന്റെ പോരാട്ടം നയിച്ച ഒരാൾ. VS അച്യുതാനന്ദൻ സെയ്ഫ് സൈൻലാബ്ദിനോട്, സെയ്ഫ് 2006 VS അച്യുതാനന്ദൻ തെരഞ്ഞെടുപ്പ് വിജയിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ജനങ്ങളോടായിട്ട്, അപ്പോൾ എനിക്ക് മുന്നോട്ട് നീങ്ങാമല്ലോ അല്ലേ? അദ്ദേഹം ജനങ്ങളോട് ചോദിക്കുകയാണ്. ജനങ്ങളാണ് തന്നെ സൃഷ്ടിച്ചതെന്ന്, ജനങ്ങൾക്കിടയിലാണ് ഞാൻ നിൽക്കുന്നതെന്ന്, ജനങ്ങളുടെ കരുത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ പാർട്ടിയുടെ കരുത്ത് എന്ന് തിരിച്ചറിഞ്ഞ ആളായിരുന്നു VS. തീർച്ചയായിട്ടും നിഷാദ്, ജനങ്ങളുടെ കരുത്ത് അത് തന്റെ കരുത്താണെന്ന് ഉത്തമമായ ബോധ്യം VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് VS അച്യുതാനന്ദൻ തനിക്ക് തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ, ഇപ്പോൾ പാർട്ടിയിലായാലും ഉൾപാർട്ടിയിലായാലും തനിക്ക് തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ, അതിന് എത്ര വലിയ നേതാവിനെതിരെ ആയാലും അത് തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവം VS അച്യുതാനന്ദൻ കാണിച്ചിട്ടുള്ളത്. പാർട്ടിക്ക് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പാർട്ടിക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. VS അച്യുതാനന്ദന്റെ ജനപ്രീതി എന്നുള്ളത് അത് ഏതെങ്കിലും ചെറിയ ഒരു കാര്യമല്ല. VS അച്യുതാനന്ദനെതിരെ എന്തെങ്കിലും വാളോങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് പാർട്ടിക്കുണ്ടാക്കാൻ പോകുന്ന ക്ഷീണം ചെറുതല്ല എന്ന ഉത്തമമായ ബോധ്യം പാർട്ടി നേതൃത്വത്തിനും ഉണ്ടായിരുന്നു. VS-ന് എല്ലാ കാലത്തും ജനങ്ങളാണ് പിന്തുണ നൽകിയിട്ടുള്ളത്. ജനങ്ങളായിരുന്നു VS-ന്റെ ആ ശക്തി. അത് VS ഓരോ സമര പോരാട്ടത്തിന് ഇറങ്ങുമ്പോഴും VS അച്യുതാനന്ദന്റെ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ അത് ജനങ്ങൾ തന്നെയായിരുന്നു. VS ഏറ്റെടുത്തിട്ടുള്ള സമരങ്ങൾ, VS-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമരങ്ങൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട സമരങ്ങൾ, സ്ത്രീകളുടെ അവകാശ പോരാട്ടങ്ങൾ, അഴിമതിക്കെതിരായ VS-ന്റെ പോരാട്ടങ്ങൾ, ഇതെല്ലാം ജനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള സമരങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോ അപ്പുറത്തും ഇപ്പുറത്തും കാണുന്നത്. ഇപ്പൊ നിഷാദ് സൂചിപ്പിച്ചാണ് പ്രധാനപ്പെട്ട കാര്യം, ഇത് ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ആൾക്കാർ അല്ല. ഇത് VS-നോടുള്ള സ്നേഹം കൊണ്ട് VS ഏറ്റെടുത്തിട്ടുള്ള സമരങ്ങൾക്കുള്ള പിന്തുണയുടെ ഭാഗമായിട്ട് ഇതായിട്ട് വേണം നമ്മൾ അതിനെ അനുമാനിക്കാൻ. നിഷാദ്, ഇപ്പോ ഈ ദൃശ്യം കണ്ടോ? നമ്മൾ ഈ ദൃശ്യം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. VS അച്യുതാനന്ദനെ കാത്തു നിൽക്കുന്ന മനുഷ്യർ, ഏതെല്ലാം തരത്തിലുള്ള മനുഷ്യർ, എവിടെയെല്ലാം അരികുകളിൽ കാത്തു നിൽക്കുന്നതിന്റെ കാഴ്ചയാണ്. വയ്യാതിരുന്നിട്ട് കൂടി വീട്ടിലേക്ക് ഇറങ്ങി നിന്ന് VS കടന്നു പോകും അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ കാത്തു നിൽക്കുന്ന മനുഷ്യരെ നാം കാണുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് CPIM-ന്റെ ഒരു നേതാവ് വിടവാങ്ങിപ്പോകുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ആചാരപരമായ വിടവാങ്ങലല്ല, അതിനപ്പുറം ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ഒരാൾ, ജനങ്ങളുടെ ശബ്ദമായിരുന്ന ഒരാൾ, അദ്ദേഹം വിടവാങ്ങുമ്പോൾ കിട്ടുന്ന സ്വാഭാവികമായിട്ടുള്ള വലിയ ഒരു ആരവത്തിന്റെ കാഴ്ച നമ്മൾ കാണുന്നു എന്ന് വേണം പറയാൻ. VS അച്യുതാനന്ദന് എന്തുമാത്രം വലിയ സ്വീകാര്യത ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന്, അദ്ദേഹം ഏറ്റെടുത്ത വിഷയങ്ങൾ ആരുടെയെല്ലാം ജീവിതത്തെ സ്പർശിച്ചുവെന്ന് നാം അറിയുന്ന ഒരു നിമിഷം, ഒരു ദിവസമാണ് ഈ ദിവസം. ഈ ദിവസം ആ നിലയ്ക്ക് കേരള രാഷ്ട്രീയത്തിൽ അതുല്യമായ ഒരു ദിവസമാണ്. VS അച്യുതാനന്ദന്റെ വാഹനം കടന്നു പോകുമ്പോൾ അതിന് ചുറ്റും മുദ്രാവാക്യങ്ങളുമായി ഓടുന്നു. കാരണം അതിന്റെ വേഗതയ്ക്കൊപ്പം പിടിക്കാൻ ആളുകൾ കൂടെ ഓടുന്ന കാഴ്ച കൂടി നമ്മൾ കാണുന്നു. ഇപ്പോഴും നമ്മൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ കടന്നിട്ടില്ല. ശ്രീകാര്യത്തിന്റെ റീജിയനിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. ഇവിടെ